ഹായ് ഫ്രണ്ട്സ്, ഹൈവേ മുസാഫിർ വ്ളോഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ തൊണ്ടയാട് ഭാഗത്താട്ടുള്ളത്. കോവൂർ ജംഗ്ഷൻ തുടങ്ങുന്ന ആ ഭാഗത്തു നിന്നാണ് നമ്മൾ പോകുന്നത് കേട്ടോ. തൊണ്ടയാട് ഹൈലൈറ്റ് മാള്, മാമ്പുഴപ്പാലം, പന്തീരങ്കാവ് ഈ ഭാഗങ്ങളൊക്കെയാണ് NH-66 ഏറ്റവും പുതിയ അപ്ഡേഷൻ നമ്മൾ നേരിൽ കാണാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾ ഫുൾ സ്ക്രീനിൽ കാണാൻ ശ്രമിക്കും കേട്ടോ. അപ്പം നമ്മൾ തൊണ്ടയാട് ആ മേൽപ്പാലം എത്തുന്നതിന് മുമ്പേ കോവൂർ ജംഗ്ഷനിൽ നിന്ന് മുന്നോട്ട് പോന്നു. രണ്ട് ഭാഗത്തും 6 വരി പാതയുടെ വർക്കുകൾ ഈ ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ട്. സർവീസ് റോഡുകളുടെ വർക്ക് ഈ ഭാഗത്ത് നടക്കുന്നുണ്ട്. 6 വരി പാതയുടെ വർക്കുകൾ ഈ ഭാഗത്ത് കഴിഞ്ഞാലാണ് ഇവർ സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെ തുടങ്ങുക. ആദ്യം 6 വരി പാതയുടെ വർക്ക് തീർക്കും ഇവർ, എന്നിട്ട് പിന്നെ സർവീസ് റോഡിലേക്ക് തിരിയുന്നുള്ളൂ. അപ്പോൾ തൊണ്ടയാട് മേൽപ്പാലം കഴിഞ്ഞ തവണ നമ്മളിവിടെ വന്നപ്പോൾ ഏകദേശം ഒരു 10-20 ദിവസം മുമ്പ് ഇവിടെ വന്നപ്പോൾ ആ പാലത്തിൻ്റെ മേലെ ഒരു കാർപ്പറ്റ് വിരിക്കുന്നുണ്ട്. ടാറിങ്ങിൻ്റെ മുന്നോടിയായിട്ടുള്ള ഒരു കാർപ്പറ്റ്. അപ്പോൾ അത് ആ പാലത്തിൽ കയറാതെ നമ്മളത് തിരിച്ചു പോന്നതാണ്. ഇപ്പോൾ ഇവിടെ ടാറിങ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഭാഗത്ത് 3 വരി പാതയിലാണ് ഇതിൻ്റെ വർക്ക് തീർത്തത്, ഫ്ലൈ ഓവറിൻ്റെ വർക്ക് തീർത്തത്. നിലവിലുള്ള ഫ്ലൈ ഓവർ ഉണ്ടല്ലോ, അത് 2 വരി പാതയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം ആ ഭാഗത്ത് 2 വരിയും ഈ ഭാഗത്ത് 3 വരിയാവും. അപ്പം മെഡിക്കൽ കോളേജ് മാവൂർ റോഡ് ഈ പ്രധാനപ്പെട്ട ഈ ജംഗ്ഷനിൽ ഇവിടെ നിലവിലൊരു ഫ്ലൈ ഓവർ 2 വരി പാതയിൽ മുന്നേ വന്നതാണ്. അതിനോട് ജോയിൻ ചെയ്തിട്ടാണ് ഈ 3 വരി പാതയുള്ള പുതിയ ഫ്ലൈ ഓവർ വന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ വർക്കുകൾ കഴിഞ്ഞു, ഫ്ലൈ ഓവറിൻ്റെ വർക്ക് കഴിഞ്ഞു. ഇനി അതിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്കുകളും തീർന്നിട്ടുണ്ട്. അതിൻ്റെ ഫിനിഷിങ് വർക്കുകളാണ് ഇനി ബാക്കിയുള്ളത്. അവിടെ ലൈറ്റുകളൊക്കെ സ്ഥാപിക്കണം, ലൈന്, അതേമാതിരി പെയിൻറ്റിങ്, ഇത്തരം പ്രവൃത്തികളൊക്കെയാണ് ഇനി ബാക്കിയുള്ളൂ കേട്ടോ. ആ ഡിവൈഡറിൻ്റെ മുകളിലൊക്കെ അവർ വെള്ള ഇത് അടിച്ചിട്ടുണ്ട്. ഇനി മറ്റുള്ള വർക്കുകളൊക്കെയാണ് ബാക്കിയുള്ളത്. നിലവിലുള്ള ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ അന്ന് സ്ഥാപിച്ച ലൈറ്റ്, സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ ഇപ്പോഴും ഉണ്ട്. അന്നത്തെ ഫ്ലൈ ഓവറേ ഇവിടെ നിർമ്മിച്ചത് മറ്റേ ഊരാലിങ്കൽ സൊസൈറ്റിയാണ്. അവരാണ് രാമനാട്ടുകര ഫ്ലൈ ഓവറും തൊണ്ടയാട് ഫ്ലൈ ഓവറും രണ്ടും ഒരുമിച്ച് വർക്ക് ചെയ്ത് ഒരുമിച്ച് ഉദ്ഘാടനം ചെയ്തതാണ് ഒരു 2019. കുറച്ചും കൊണ്ട് മുന്നോട്ട് പോന്നാൽ ഈ ഭാഗത്ത് റോഡ് ലെഫ്റ്റ് സൈഡിൽ കുറച്ച് ഉയർന്നു വരുന്നതായി കാണുന്നുണ്ട് കേട്ടോ. ആ സർവീസ് റോഡും ഉയർന്നതായിട്ടാണ് കാണുന്നത്. പിന്നെ അവിടെ ബ്ലോക്ക് കട്ടകളൊക്കെ വെച്ചിട്ടേ അത് ഉയർത്തി കൊണ്ടുവരുന്നുണ്ട്. സർവീസ് റോഡിന് വേണ്ടിയിട്ടാണ് ഉയർത്തി കൊണ്ടുവരുന്നത്. നമ്മൾ മുന്നോട്ട് പോയാലേ ആ പൊറ്റമ്മൽ ജംഗ്ഷൻ ആ ഭാഗത്തേക്കാണ് പോകുന്നത്. അവിടെ ശരിക്ക് ഈ പൊറ്റമ്മൽ ജംഗ്ഷനിലൊന്നും ശരിക്കൊരു അണ്ടർപാസ് വേണമായിരുന്നു, പക്ഷെ അത് അവിടെ അവർ നൽകിയിട്ടില്ല. കാരണം മുന്നേ തന്നെ സൈബർ പാർക്കിൻ്റെയും ഹൈലൈറ്റ് മാളിൻ്റെയും വലിയൊരു ഫ്ലൈ ഓവർ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഭാഗത്ത് ഇനിയൊരു അണ്ടർപാസിന് സാധ്യത കുറവാണ്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഇനിയും കുറച്ച് വർക്കുകളൊക്കെ ബാക്കിയുണ്ട്. വർക്കുകൾ വേഗതയിൽ നടക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തും പണിക്കാരും അതിൻ്റെ എക്യുപ്മെൻറ്റ്, മെഷീനറിയും സാധനങ്ങളും ഒക്കെ ഈ റോഡ് ഇങ്ങനെ നമ്മൾ മുഴുവനായിട്ട് പോകുമ്പോൾ എല്ലാ ഭാഗത്തും കുറച്ചെങ്കിലും വർക്കുകൾ നടക്കുന്നുണ്ട്.
ഈ ഇതാണ് പൊറ്റമ്മൽ ജംഗ്ഷൻ. അപ്പോൾ ഇതാ ഇനി മുന്നോട്ട് പോന്നാലേ ഈ സൈബർ പാർക്ക് ഇവിടുന്നാണ് 6 വരി പാതയിലെ ഒരു ഫ്ലൈ ഓവർ തുടങ്ങുന്നത്. അപ്പോൾ ഹൈലൈറ്റ് മാളിൻ്റെ അവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇവിടെ സൈബർ പാർക്കിൻ്റെ എവിടെയാണ് ഇത് അവസാനിക്കുന്നത്. ഇനി അതിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്കൊക്കെ 2 ഭാഗത്ത് നടക്കാനുണ്ട് കേട്ടോ. ഇപ്പോൾ ഫ്ലൈ ഓവറിൻ്റെ വർക്കുകളാണ് ഏകദേശമൊക്കെ കഴിഞ്ഞത്, ഏകദേശം ഫിനിഷിങ് ഘട്ടത്തിലാണ്. ഇനിയിപ്പോൾ അതിൻ്റെ മേലെ ടാറിങ്ങും കാര്യങ്ങളൊക്കെ പ്രവൃത്തികളൊക്കെ നടക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ മേലേക്ക് കയറാൻ ഒരുപാട് നോക്കി, അപ്പോൾ അതിനൊരു ചാൻസും ഇല്ല. പാലത്തിൻ്റെ മുകളിലൊന്ന് കയറി ഷൂട്ട് ചെയ്യണം എന്നുണ്ടായിരുന്നു, പക്ഷെ പാലത്തിന് മുകളിൽ കയറാനുള്ള ഒരു സാധ്യത അവിടെ കാണുന്നില്ല. അപ്പം അത് എടുക്കാതെ ഞങ്ങൾ പോരേണ്ടി വന്നു. വർക്ക് ഈ ഫ്ലൈ ഓവറിൻ്റെ വർക്ക് ഏകദേശം കഴിഞ്ഞ മതിൽ തന്നെ കേട്ടോ. 2 ഭാഗത്തും ഇപ്പോൾ ഈ ഭാഗത്ത് സർവീസ് റോഡിൽ കൂടി വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. ഈ ഹൈലൈറ്റ് മാളിൻ്റെ ആ ഭാഗത്തൊക്കെ നല്ല തിരക്കാണ് ഉണ്ടാവുക. അപ്പോൾ ആ തിരക്ക് ഈ ഫ്ലൈ ഓവർ വന്നാലേ ഈ തിരക്കിനൊക്കെ വലിയൊരു ആശ്വാസമാവും. പാലായി ഭാഗത്തേക്ക് പോകുന്നതും ഈ ഹൈലൈറ്റ് മാളിൻ്റെയും ഈ ഭാഗത്ത് ഈ ജംഗ്ഷനിൽ വലിയ തിരക്ക് തന്നെ ഉണ്ടാവരുത്. ഇവിടെ എത്തുമ്പം ഇന്നൊക്കെ ട്രാഫിക് ജാം വളരെ കുറവാണ്. അപ്പോൾ ഹൈലൈറ്റ് മാള് നമ്മളിപ്പോൾ ഈ സർവീസ് റോഡിൽ നിന്ന് നോക്കുമ്പോൾ കുറച്ച് അകലായിട്ട് തോന്നുന്നു. അപ്പോൾ ഇനി ഹൈലൈറ്റ് മാള് കഴിഞ്ഞു, നമ്മളിനി അത് മെട്രോ ഹോസ്പിറ്റൽ ലാൻഡ്മാർക്ക് ബിൽഡിംഗ് ഒക്കെ ഉണ്ടല്ലോ, ആ ഭാഗത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ടൗണിൻ്റെ ഒരു പുതിയ രൂപമാണ് ഈ ഭാഗത്തേക്ക് വരുന്നത് കേട്ടോ. കോഴിക്കോട് ടൗണിൻ്റെ ഒരു വികസന മുഖം എന്ന് തന്നെ പറയാം. ഒരുപാട് കൺസ്ട്രക്ഷൻസ്, ഒരുപാട് ബിൽഡിങ്ങുകൾ, കാര്യങ്ങളൊക്കെ ഈ ഭാഗത്ത് ഈ ഹൈവേ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുണ്ട്, ഇനി വരാനുണ്ട്. ഒരുപാട് കൺസ്ട്രക്ഷൻ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് റൈറ്റ് ഭാഗത്ത് ഇവിടെ അതാ വലിയൊരു പാറക്കൂട്ടായിരുന്നല്ലോ. ഇവിടെ കുറച്ച് ടാസ്ക്കാണ് ഇവർക്ക് ഈ വർക്ക്. കുറേ ആയിപ്പോൾ ഇത് പൊട്ടിക്കാൻ തുടങ്ങിയിട്ട്, ഇതുവരെ അങ്ങോട്ട് തീരുന്നില്ല, പൊട്ടിച്ച് തീരുന്നില്ല. കുറച്ച് ഏരിയയിൽ ഈ കരിമ്പാറ ഉണ്ട്. ആ കരിമ്പാറ കുറേയൊക്കെ അവർ ഈ മാർബിൾ കട്ട് ചെയ്യുന്ന ആ ബ്ലേഡ് വെച്ചിട്ട് കട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ആ കട്ട് ചെയ്ത സാധനം ഇതേമാതിരി കംപ്രസർ വെച്ചിട്ട് പൊടിച്ച് എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മേലെ കൂടെ ആണ് ഇപ്പോൾ ഇനി ഒരു സർവീസ് റോഡ് പോകാനുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു രൂപമൊന്നും അവിടെ കാണുന്നില്ല. എങ്ങനെയാണ് ആ സർവീസ് റോഡിൻ്റെ റോഡിൻ്റെ വർക്ക് എങ്ങനെ നടക്കുക എന്നുള്ളത് ഇപ്പോൾ ഈ ഇവിടുത്തെ ഈ വർക്ക് കഴിഞ്ഞാൽ, ഈ പാറ പൊട്ടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാലാണ് നമുക്കത് മനസ്സിലാവുള്ളൂ. എന്തായാലും വർക്ക് ഇവിടെ നിന്നൊക്കെ നല്ല ഉഷാറായിട്ട് നടക്കുന്നുണ്ട്. മെട്രോ ഹോസ്പിറ്റൽ അവിടെ നമ്മൾ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്ത ആ ഭാഗത്ത് ഇപ്പോൾ 6 വരി പാതയിൽ റോഡാണ്. അവരെ പാർക്കിംഗ് ഇനി ഏത് ഭാഗത്താണെന്ന് അറിയില്ല കേട്ടോ, ഇനി താഴെ ഉണ്ടോ അറിയില്ല. അവിടേക്ക് വന്ന കാറുകളൊക്കെയാണ് ഇപ്പോൾ ആ റോഡിലവിടെ പാർക്ക് ചെയ്തത്. ലെഫ്റ്റ് സൈഡിൽ TVS ഒരു കമ്പനിയുണ്ട്, സർവീസ് നടക്കുന്ന ഒരു കമ്പനി. ഒരുപാട് ബിൽഡിങ്ങുകൾ കേട്ടോ. ഇവിടെ നിന്ന് നോക്കുമ്പം ഒരുപാട് ബിൽഡിങ്ങുകൾ ഇത് പുതിയ വരുന്നത്, കൺസ്ട്രക്ഷൻ നടക്കുന്നത് ഒക്കെ ആയിട്ട്. ഇപ്പോൾ ലാൻഡ്മാർക്ക് ബിൽഡിങ്ങിൻ്റെ മുമ്പിൽ നമ്മൾ പ്രധാനമായിട്ടും നമ്മളിതിൽ കാണിക്കാൻ പോകുന്ന ഒരു സ്ഥലമാണല്ലോ ട്രംപഡ് ബ്രിഡ്ജ്. അതായത് പാലക്കാട് ഗ്രീൻഫീൽഡ് ഹൈവേ തുടങ്ങുന്ന സ്ഥലം. അവിടെ
ഒരു ദിശയിൽ നിന്ന് വരുന്ന വാഹനത്തിനെ മറ്റ് ദിശയിലേക്ക് ജംഗ്ഷനോ കാര്യങ്ങളോ സിഗ്നലോ ഒന്നും ഇല്ലാതെ കറങ്ങി പോകുന്ന ബ്രിഡ്ജിനാണ് ട്രംബഡ് ബ്രിഡ്ജ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ലാൻഡ് മാർക്കിൻ്റെ ഈ ബിൽഡിംഗ് കഴിഞ്ഞ പാടെ മാമ്പുഴ പാലത്തിൻ്റെ ഇടയിലായിട്ട് ഇവിടെയാണ് ആ ട്രംബഡ് ഹൈവേ വരുന്നത്. അപ്പം 120 കിലോമീറ്ററാണ് ഈ പാലക്കാട് ഗ്രീൻഫീൽഡ് ഹൈവേയുടെ നീളം. അപ്പോൾ ഇവിടെ നിന്നാണ് അതിൻ്റെ തുടക്കം. ഇവിടെയാണ് ആ ട്രംബഡ് ഹൈവേ ബ്രിഡ്ജ് വരുന്നത്. റോഡിൽ വന്ന് ആ പാലത്തിലേക്ക് കയറി കറങ്ങി ഈ ഗ്രീൻഫീൽഡ് ഹൈവേയിലേക്ക് പോകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ. നമ്മൾ ഗൾഫിലൊക്കെ പോയാൽ ഒക്കെ അറിയാം, അവിടെയൊക്കെ ഗൾഫിലൊക്കെ പോയി ഉള്ള ആൾക്കാർക്ക് മനസ്സിലാവും. ഇവിടെ നമ്മളെ ഈ പ്രദേശത്ത് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു പാലം വരുന്നത്. അപ്പോൾ കറക്റ്റ് പോയിന്റ് ഈ മാമ്പുഴ പാലം എത്തുന്നതിൻ്റെ ഈ ഭാഗത്താണ്. ഇവിടെയാണ് അതിൻ്റെ സ്ഥലം കാര്യങ്ങളൊക്കെ അക്വയർ ചെയ്ത് പോയതും. ഇവിടെ തന്നെയാണ് ടോളും വരുന്നത്. നിശ്ചിത അവർ പറഞ്ഞ ടോള് ഈ സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ അതിനും വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലം കൂടുതൽ അക്വയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ട്രംബഡ് ഹൈവേ തുടങ്ങുന്നതിന് മുമ്പായിരിക്കും ഒരു പക്ഷേ ടോള് വരുന്നത്. രണ്ട് ഹൈവേക്കും കൂടി ഒരു ടോളായ തുടക്കത്തിലായിരിക്കും എനിക്ക് തോന്നുന്നത്. അത് കറക്റ്റ് അറിയില്ല കേട്ടോ. ഇനി ഉണ്ടെങ്കിൽ അറിയുന്നവരാരെങ്കിലും തിരിച്ച് പറയുകയാണ്, തിരക്കടില്ല. അപ്പോൾ ഇതാണ് മാമ്പുഴ പാലം. ആ മാമ്പുഴ പാലത്തിൻ്റെ രണ്ട് ഭാഗത്തും നിലവിലുള്ള ഹൈവേയിൽ രണ്ട് ഭാഗത്തും പാലം വരുന്നുണ്ട്. റൈറ്റ് സൈഡിൽ ആ ഡക്കാത്തിൻ വലിയ സ്ഥാപനത്തിൻ്റെ ആ ഭാഗത്തുള്ള ബ്രിഡ്ജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഭാഗത്ത് ഉള്ള വർക്കാണ് ബാക്കിയുള്ളത്. അതിൻ്റെ പിയർ ഗ്യാപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളെ ഗട്ടറുകൾ സ്ഥാപിക്കാനേ ഉള്ളൂ. ഇവിടെ കുറച്ച് പന്തീരങ്കാവിന് ഈ മാമ്പുഴ പാലത്തിൻ്റെ ഇടയിൽ ഇപ്പം ഹൈവേയുടെ വർക്കുകളാണ് നടക്കുന്നത്. ഈ ഭാഗത്ത് സർവീസ് റോഡ് റെഡി ആക്കിയിട്ടുണ്ട്. ഈ ഭാഗത്ത് സർവീസ് റോഡ്, ഇതിന് ശരിക്ക് ഈ പന്തീരങ്കാവ് ഫ്ലൈ ഓവറിൻ്റെ അപ്രോച്ച് റോഡാണ് ഇനി ഈ വർക്ക് നടക്കാനുള്ളത്. അപ്പോൾ ഇനി അപ്രോച്ച് റോഡിൻ്റെ വർക്ക് തുടങ്ങാൻ വേണ്ടിയിട്ട് ഇവരിപ്പോൾ ഈ സർവീസ് റോഡിൽ കൂടിയാണ് ഈ വാഹനങ്ങൾ കടത്തി വിടുന്നത്. രണ്ട് ഭാഗത്ത് സർവീസ് റോഡിൽ കൂടിയാണ് കേട്ടോ. ഈ പന്തീരങ്കാവ് ഈ മേൽപ്പാലത്തിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഒരു 3 സ്പാനുകൾക്കിടയിൽ ഗർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ആ 3 സ്പാനുകൾക്കിടയിൽ ഇനി കോൺക്രീറ്റിൻ്റെ പ്രവൃത്തി മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കി എല്ലാ പ്രവൃത്തികളും ഇവിടെ കഴിഞ്ഞതാട്ടോ. ഒരു 3 സ്പാനുകൾക്കിടയിലുള്ള ഈ കോൺക്രീറ്റ് പ്രവൃത്തിയും കൂടി കഴിഞ്ഞാൽ ഈ ഫ്ലൈ ഓവറിൻ്റെ വർക്ക് ഫുള്ളായി. ഇനി അപ്രോച്ച് റോഡിൻ്റെ വർക്കും കൂടി കഴിഞ്ഞാൽ പന്തീരങ്കാവ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് രാമനാട്ടുകര ഭാഗത്തേക്ക് പോകുന്ന അവിടെ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഏകദേശമൊക്കെ തീരാറായിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് ബ്രിഡ്ജിൻ്റെ വർക്ക് ഏകദേശമൊക്കെ ഒരു 80% പൂർത്തിയായിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലെ ടാറിങ്ങും ഡിവൈഡറും കാര്യങ്ങളൊക്കെ വരാനുള്ളത്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേമാതിരി നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ ബാക്കിയേ ഇവിടുന്ന് അങ്ങോട്ട് രാമനാട്ടുകരയ്ക്കുള്ള നമ്മൾ നാളെ തന്നെ ഇതിൽ ചെയ്യുന്നുണ്ട്. ഇത് ഒരുപാട് ലെങ്ത് ആയതുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.